ചാരണം മാറാൻ ഒരു ഒറ്റമൂലി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. 1 സ്പൂൺ ഉലുവയോ 1-2 സ്പൂൺ ഉലുവ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. നല്ലവണ്ണം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കുളിക്കാൻ സമയമാകുമ്പം ഒരു പിടി ചെമ്പരത്തി ഇലയും സാധാ ചെമ്പരത്തി ഇലയും ഈ ഉലുവയും കൂടെ നല്ലവണ്ണം അരച്ച് നല്ല മഷി പോലെ അരയ്ക്കണം. അരച്ചിട്ട് നമ്മൾ ഈ ചാരണം ഇങ്ങനെ തലമുടി ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ വാരി തേക്കുക. അങ്ങനെ വാരി തേച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പം നമ്മൾ കുളിക്കുക. സൂപ്പർ റിസൾട്ട് കിട്ടും. അടിപൊളിയാണ്. ചാരണം പമ്പയും കടന്നു പോകും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തൽക്കാലം എനിക്ക് ചാരണം ഇല്ല. ചാരണം ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടാനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ തലയിലെ ഭയങ്കര ചാരണോടി. ചാരണം മാറാൻ എന്തെങ്കിലും മരുന്ന് നിനക്കറിയാമോ? എനിക്ക് ഒന്ന് പറഞ്ഞതാടി. ഞാൻ കുറേ മരുന്നൊക്കെ വാങ്ങിച്ച് തേച്ച് കേട്ടോ. എന്നിട്ട് ഒരു കുറവും ഇല്ല. നല്ല ചാരണം കേട്ടോ. നല്ല ചൊറിച്ചിലാണേ. നീ വന്നതിൻ്റെ നല്ല സമയമുണ്ട്. താങ്ക്സ്. അപ്പോൾ എനിക്ക് വയ്യ. ഞാനൊന്നും ഈ ചീപ്പം കൊണ്ടാണ് നടക്കുന്നത്. എപ്പോഴും ചൊറിഞ്ഞ് ചൊമ്പ് കൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. എന്നാ ചാരണം എന്ന് പറയും. ഇത്രയും നല്ലൊരു മുടിയും കളയണ്ടേ? ചാരണം ബന്ധങ്ങളൊക്കെ കളഞ്ഞു പോകില്ല. ഇത്ര അങ്ങനെ നിങ്ങളുടെ തലയിൽ താരനുണ്ടോ എങ്കിലേ നമുക്ക് പെട്ടെന്ന് അത് മാറ്റിക്കളയാൻ കേട്ടോ. നിങ്ങളാരും ടെൻഷൻ എടുക്കില്ല. അവൾ കിടന്ന് കളിച്ചതുപോലെ നിങ്ങൾ കിടന്ന് കളിക്കില്ല. നമുക്ക് ഉലുവ തലേ ദിവസം വെള്ളത്തിൽ വെച്ചിട്ട് അതിനെ കുറച്ച് നമ്മളെ ചെമ്പരത്തിയിലയും കൂടി അരച്ച് ഒന്ന് മഷി പോലെ ആക്കി നമ്മളെ തലയിലൊക്കെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. നമ്മളെ താരനെല്ലാം പോകും കേട്ടോ. അതുകൊണ്ട് ആ ഗീത കടന്ന് ബഹളം കാണിച്ചാലും നിങ്ങൾ കാണിക്കില്ല. അവളെ തലയിൽ താരൻ കാണും, പക്ഷെ എൻ്റെ തലയിൽ താരനില്ല കേട്ടോ. ഇനി നാളെ അത് അരച്ച് തേച്ചിട്ട് ബാക്കി കാര്യവും. നീ വന്നത് എൻ്റെ നല്ല കാലം. എനിക്കെന്തായാലും താരനൊന്നുമില്ല കേട്ടോ. പണ്ടേ അങ്ങനെ എനിക്ക് താരൻ വന്നത് എനിക്കങ്ങനെ ശീലമൊന്നുമില്ല. എൻ്റെ മോക്ക് പണ്ടിടയ്ക്കൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചെമ്പരത്തി ഇലയിലും പിന്നെ ഉലുവയൊക്കെ തലേദിവസം വെള്ളത്തിയിട്ട് അതിനെ തന്നെ തേച്ച് ഒരു 1-2 ദിവസം തേക്കുമ്പോൾ ഫുൾ ചാരണം ഇളവിൽ പോവും. എനിക്ക് ചാരണമൊന്നുള്ള സാധനമില്ല. ഞാൻ എന്നാൽ ഇത് ഇടയ്ക്ക് തേക്കാറുണ്ട്. ഒരു കുറേ മാസങ്ങളൊക്കെ ആകുമ്പോൾ വല്ലപ്പോഴൊക്കെ ഞാൻ ഇതൊക്കെ തേക്കാറുണ്ട്. തേക്കുന്നത് എൻ്റെ മുടിക്ക് വേണ്ടി ഞാൻ തേക്കുന്നതാണ് കേട്ടോ. ചാരണത്തിന് വേണ്ടിയൊന്നുമല്ല. ഞാനൊക്കെ അതൊക്കെ തേക്കണതുകൊണ്ടാണ് എനിക്കിന്നും ഇത്രയെങ്കിലും മുടി നിലനിന്ന് പോണത്. കുറേ കൂടി മുടി ഉണ്ടായിരുന്നു, എന്നാലും ഇത്രയെങ്കിലും നിലനിന്ന് പോണത് അതൊക്കെ തേക്കണതുകൊണ്ടാണ്. എല്ലാവർക്കും ചാരണമുള്ളവരാരും കെമിക്കൽ മരുന്നൊന്നും വാങ്ങി തേക്കരുത്. നമ്മുടെ ഉലുവയോ ചെമ്പരത്തി ഇലയോ, ഉലുവ മസ്റ്റായിട്ട് വേണം. ഉലുവ, ചെമ്പരത്തി ഇല, അല്ലെങ്കിൽ ഉലുവ നമ്മളെ മുരിങ്ങയില, അല്ലെങ്കിൽ ഉലുവ നമ്മളെ പേരയില, കിളുന്നില, ഇതൊക്കെ നല്ലതാണ്. ഇതിലേതെങ്കിലും ഒരു ഐറ്റം ഉലുവ എല്ലാത്തിൻ്റെ കൂടെയും ഉലുവ വേണം.